So children, we were learning about chapter number 1, computer hardware and software. We have almost finished the chapter. പക്ഷെ കുറച്ച് പോർഷനും കൂടെ ബാക്കിയുണ്ട് അതിനകത്ത്. അതൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് then we will revise the whole chapter. Okay. So last portion ആ ചാപ്റ്ററിനകത്ത് today we will study about advantages and disadvantages of computer. കമ്പ്യൂട്ടർ കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, കമ്പ്യൂട്ടറിന്റെ ഡിസ്അഡ്വാൻറ്റേജ്, കമ്പ്യൂട്ടറിന് എന്താണ് ഒരു നെഗറ്റീവ് ക്വാളിറ്റി എന്താണ്, ചെറിയ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ. ബട്ട് യൂസേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് മോർ വെൻ കമ്പയർഡ് ടു ദ ഡിസ്അഡ്വാൻറ്റേജ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ? നമ്മൾ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. കമ്പ്യൂട്ടർ വെരി ഫാസ്റ്റ് ആണ്. ഓക്കെ, എന്താണ് എന്ന് പറഞ്ഞാല് computer works very fast. It can do any task very quickly. അല്ലേ? നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു ടാസ്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫിനിഷ് വിത്തിൻ സെക്കൻഡ്സ് അല്ലെ. നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എന്തെങ്കിലും നമ്മളിപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യണോ, എന്ത് ചെയ്താണെങ്കിലും കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ് അല്ലേ. നമ്മൾ മനുഷ്യന്മാരെക്കാളും കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഡു എനി ടാസ്ക് വെരി ക്വിക്ക്ലി ഓൾസോ. ഒരു ടാസ്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ്. ഇറ്റ് ക്യാൻ ഡു എനി ടാസ്ക് ക്വിക്ക്ലി. സോ സെക്കൻഡ് ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ഡു മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ക്യാൻ ഡു മെനി ടാസ്ക് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഒരു ടൈമിൽ കമ്പ്യൂട്ടറിന് പല ടാസ്കുകൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു ഇമേജ് വ്യൂ ചെയ്യണം, നമുക്ക് അതിനെ മിനിമൈസ് ചെയ്തിട്ട് ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നമുക്കൊരു ഇന്റർനെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണം, സോ അതിനെ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. അവിടുന്ന് ഏതെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങോട്ട് പേസ്റ്റ് ചെയ്യണം. സോ അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രിന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കൊടുക്കാം. സോ എന്താണ്? കമ്പ്യൂട്ടറിന് ഒരേ സമയം പല ടാസ്കുകൾ ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇറ്റ് ക്യാൻ പെർഫോം മെനി ടാസ്ക് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, then third advantage is it is very accurate. എന്താണ് accuracy എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കമ്പ്യൂട്ടർ ക്യാൻ വർക്ക് ലോങ് hours without getting tired. Okay, sorry, computer cannot make any mistake. Okay, accurate എന്ന് പറഞ്ഞാൽ എന്താണ്? it never makes any mistake. Okay, hence it is very reliable. Okay, റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏത് വർക്കിനും കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാണ് അല്ലെ, ഒരു വലിയൊരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് കൂട്ടാൻ വളരെ പാടായിരിക്കും. പക്ഷെ കമ്പ്യൂട്ടറിനകത്ത് കയറി നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് അത് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി റിലയബിൾ ആൻഡ് ദ റിസൾട്ട് വിൽ ബി ആക്യുറേറ്റ്. ഓക്കെ, വളരെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമ്മളിപ്പം എന്താണ് പറയാ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ പെർഫോം ദ ഡ്യൂട്ടീസ് വിത്തൗട്ട് എനി മിസ്റ്റേക്ക് അല്ലേ. കമ്പ്യൂട്ടർ വളരെ, മനുഷ്യന്മാർ ചിലപ്പം തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ കമ്പ്യൂട്ടറിന് കനോട്ട് മേക്ക് എനി മിസ്റ്റേക്ക്. കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ ആൻഡ് ഇറ്റ് കനോട്ട് മേക്ക് എനി മിസ്റ്റേക്ക്. ഓക്കെ, നമ്മൾ ഏത് ടാസ്ക് കൊടുത്താലും വിത്തൗട്ട് ഡൂയിങ് എനി മിസ്റ്റേക്ക് കമ്പ്യൂട്ടർ വിൽ ഫിനിഷ് ഇറ്റ്. ഓക്കെ, സോ third advantage is accuracy, and the fourth advantage is it never gets tired. Okay, എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് മനുഷ്യന്മാർ ചിലപ്പോൾ രാവിലെ തൊട്ട് പണി ചെയ്തൊക്കെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ക്ഷീണം വരും, ഉറക്കമൊക്കെ വരും. പക്ഷെ കമ്പ്യൂട്ടറിന് അങ്ങനെ വരുമോ? കമ്പ്യൂട്ടറിൽ നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. കമ്പ്യൂട്ടർ നെവർ ഗെറ്റ്സ് ടയേർഡ്. ഓക്കെ, ഇറ്റ് ക്യാൻ വർക്ക് ലോങ് hours without getting tired. Okay, so these are some of the advantage of computer. Okay, so first one is it works very fast. Okay, it can do multitasking, it is accurate and it never gets tired. Okay, computer first advantage endana? It works very fast and it can do any task quickly. Okay, then it can do multitasking. Okay, multitasking എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയം പല വർക്ക് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിന് അല്ലെ.
then the computer is very accurate. It never makes any mistake. Hence, it is very reliable. Computer mistake pattilla. Whatever work it is doing, it is very accurate. And the fourth one is it never gets tired. Computer നമ്മൾ long hours കുറേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും computer will never get tired. So these are some of the advantages of computer. Then what is the advantage of computer? It cannot think its own. അല്ലേ, നമ്മൾ മനുഷ്യന്മാർ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മാതിരി കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുമോ? സിൻസ് ഇറ്റ്സ് എ മെഷീൻ, ഇറ്റ് കനോട്ട് തിങ്ക് ബൈ ഇറ്റ്സ് ഓൺ. അതിന് തന്നെത്താനെ ചിന്തിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുകയാണ് ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ പിക്ചർ പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിക്ചർ പ്ലേ ചെയ്യും. അല്ലാതെ അത് തനിയെ ചിന്തിച്ചിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് പറ്റുമോ? ഇല്ല. മനുഷ്യന്മാർ നമ്മൾ ചെയ്യുന്ന മാതിരി കമ്പ്യൂട്ടർ കനോട്ട് തിങ്ക് ബൈ ഇറ്റ്സ് ഓൺ. ഓൾവേസ് നീഡ്സ് ഇൻപുട്ട് ഫ്രം എ യൂസർ ടു പെർഫോം എനി ഫംഗ്ഷൻ. നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തോണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദിസ് ഈസ് one of the disadvantage of computer. Then what is the next disadvantage? It can store only limited data. That is only limited storage capacity. നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിന്റെ അല്ലെ കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റാസ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഹാർഡ് ഡിസ്കിനകത്ത്. അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു കപ്പാസിറ്റിയുടെ ഉള്ളിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് അതിന് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഗോട്ട് എ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. സോ ഇതൊക്കെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്. വെൻ കമ്പയർ ടു ദ അഡ്വാൻറ്റേജ്, നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ട് എന്തൊക്കെ യൂസ് അല്ലേ, നൗഡേയ്സ് ഇറ്റ്സ് വെരി വേരിയഡ് യൂസസ് ആർ ദെയർ ഫോർ ദ കമ്പ്യൂട്ടർ. സോ അത് നോക്കുമ്പോൾ നമ്മുടെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ. So with this topic we are concluding chapter number 1. Okay, chapter number 1 നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. So we will quickly revise what we learned in chapter number 1. Okay, നമ്മൾ സ്റ്റാർട്ടിങ് എന്തായിരുന്നു കണ്ടത്? We studied about our chapter number 1 is computer hardware and software. Okay, so we studied about 2 basic components of computer system. That is what? Computer hardware, and the second one is computer software. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതുമായ കമ്പ്യൂട്ടറിന്റെ പാർട്സുകളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ്വെയർ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു വാട്ട്? ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU and storage devices. So 4 types. It's divided into hardware is divided into 4 types. First one is input device, second one is output device, then storage device. Okay, then fourth one CPU, third one is CPU, and the fourth one is storage device. Okay, then we studied about what? We studied about input devices. Okay, please don't write in the screen, please don't touch in the screen. Okay, then we studied about input devices. Input devices എന്തൊക്കെയായിരുന്നു? കീബോർഡ്, മൗസ്, മൈക്രോഫോൺ, സ്കാനർ, വെബ് ക്യാമറ. ഓക്കെ, these are the input device. Input device എന്ന് പറഞ്ഞാൽ എന്താണ്? These are the devices which is used to give input into the computer. നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഡേറ്റാസ് ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഇൻപുട്ട് ഡിവൈസസ്? കീബോർഡ്, മൗസ്, മൈക്രോഫോൺ, സ്കാനർ, വെബ് ക്യാമറ, എക്സെട്ര. ഓക്കെ, then we studied about output devices. Output device എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ വെളിയിലോട്ട് നമുക്ക് ഡേറ്റാസ് എടുക്കാൻ സഹായിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസസ്? മോണിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ ഓൺ ദ സ്ക്രീൻ, അല്ലേ? മോണിറ്റർ കൊണ്ടാണ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ മോണിറ്റർ ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മോണിറ്റർ, അല്ലേ? മോണിറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ മോണിറ്റർ ഡിസ്പ്ലേസ് ഇൻഫർമേഷൻ ഓൺ സ്ക്രീൻ. ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് സ്പീക്കർ. ഓക്കെ, ഇറ്റ് പ്ലേ സൗണ്ട്സ് ആൻഡ് മ്യൂസിക് ഓൺ കമ്പ്യൂട്ടർ. നമുക്ക് സൗണ്ട്, ഇപ്പൊ ടീച്ചർ ഞാൻ പറയുന്ന ക്ലാസ് എടുക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പീക്കർ. ഓക്കെ, സോ ഇറ്റ് ക്യാൻ പ്ലേ സൗണ്ട് ആൻഡ് മ്യൂസിക് ഓൺ ദ കമ്പ്യൂട്ടർ. മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ
കമ്പ്യൂട്ടറിൽ സ്പീക്കർ ഉണ്ടാവണം. ഓക്കെ, ദിസ് ഈസ് അനദർ ഔട്ട്പുട്ട് ഡിവൈസ്. Then we studied about what it next output device എന്തായിരുന്നു? Printer. Okay, we studied about printer. Printer എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Printer is used to print text and images. Okay, please don't write in the screen. Please don't touch in the screen. Class disturb ആവുന്നുണ്ടല്ലേ? Okay, printer എന്തിനായിരുന്നു? It is help us to print text and images. Okay, then we studied about projector. It is used to display videos, pictures, documents, etc. നമ്മൾ ചെറിയ കമ്പ്യൂട്ടറിന്റെ ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് നമുക്ക് വലുതായിട്ട് എൻലാർജ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസ് കാണണമെന്നുണ്ടെങ്കിൽ we can take the help of the projector. Okay, these are output devices. Then next what we studied the third hardware is say CPU, like central processing unit. It controls all the input and output devices connected to it. Okay, so it takes the information given by the input devices, processes and sends the result to the output device. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഇത് പഠിച്ചത്? CPU എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ബ്രെയിൻ. നമ്മുടെ മനുഷ്യന്മാരിൽ ബ്രെയിൻ ഉള്ളത് മാതിരി കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് വാട്ട്? CPU. It controls all the functions in the computer. ഒരു കമ്പ്യൂട്ടറിലുള്ള ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? CPU വഴിയാണ്. So CPU ന് എത്ര പാർട്സ് ഉണ്ട്? It got 3 parts. First one is control unit, that is CU. It controls working the all parts of the computer. കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടുകളുടെയും വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? CU എന്നുള്ളത്. CPUവിനകത്ത് CU എന്നുള്ള പോർഷനിലാണ്, കൺട്രോൾ യൂണിറ്റ് എന്നുള്ള പാർട്ടിലാണ്. Then we studied about arithmetic logic unit, ALU. It do all the calculations in the computer. ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എല്ലാ കാൽക്കുലേഷൻസും ഫങ്ഷൻ ചെയ്യുന്നത് എവിടെയാണ്? ALU, arithmetic logic യൂണിറ്റിലാണ് അല്ലേ? Then we studied about memory unit. Memory unit എന്ന് പറഞ്ഞാൽ എന്താണ്? It store all the instruction given by the input devices before sending for process. ഒരു ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം പോയിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റോർസ് ഇൻ ദ മെമ്മറി യൂണിറ്റ് ഓഫ് ദ CPU. സോ CPU എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് കൺട്രോൾസ് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. Then what we studied about? Then we studied about storage device. Okay, this is another hard disk. കമ്പ്യൂട്ടറിലുള്ള ഹാർഡ് ഡിസ്ക് ആണ്, ഹാർഡ് ഡ്രൈവ് ആണ്, ഐ മീൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിവൈസസ് യൂസ് ടു സ്റ്റോർ ഡേറ്റ. ഓക്കെ, ഇറ്റ് ക്യാൻ സ്റ്റോർ സോങ്സ്, പിക്ചേഴ്സ്, വീഡിയോസ്, മൂവീസ്, എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ആർ ലൈറ്റ് ആൻഡ് ക്യാൻ ബി ഈസിലി ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇറ്റ് ഈസ് വെരി ലൈറ്റ് ഇൻ വെയിറ്റ്, റൈറ്റ്? Okay, so one of the storage device is compact disk, CD എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. Then we studied about DVD. Okay, then we studied about pen drive, right? DVD യെ പറ്റി പഠിച്ചു, CD യെ പറ്റി, പെൻ ഡ്രൈവിനെ പഠിച്ചു. It is smallest storage device. സൈസിൽ ഏറ്റവും ചെറുതാണ് പെൻ ഡ്രൈവ് എന്ന് പറയുന്നത്. Okay, then we studied about hardware ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. Then we studied about software. Software എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട്. അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വി സ്റ്റഡിഡ് അബൌട്ട് 2 types of software. That is, first one is system software. ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need a system software in the computer. It refers to the set of programs that helps to run a computer hardware. Then we studied about application software. It is used to perform specific task. ഓരോരോ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, സോ ദിസ് വാസ് ദ ഫസ്റ്റ് ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Then today we studied about the advantages of computer and disadvantages of the computer. Okay, now I'll show you one video.
Chapter 2, Hardware and Software. Important points: 1. Computer hardware. 2. Basic elements of computer. 3. Computer software. 4. Basic elements of software. Computers help us do all our work with ease. They are made of two components, hardware and software. Let us read about them. A computer is a wonderful machine that performs many tasks for us with the help of its various components. A computer has two main components: A. Hardware, B. Software. Hardware. The physical parts of the computer that we can see and touch are known as hardware of the computer. For example, monitor, keyboard, mouse, etc. All these hardware parts of a computer are attached to the CPU. The hardware of the computer is further divided into three categories. A. Input devices. It gives the input to the computer. B. Output devices. It shows the output on the computer. C. Storage devices. It stores the data or output for future use. Keyboard, mouse, scanner, joystick, microphone, light pen and tablet. Storage devices. Hard disk is the main storage device located in the CPU box. It saves all our work we do on the computer. CD, compact disc, is a circular disc that is used to store large amount of data when we need to take it somewhere else. It can store lot of data. Pen drive is the largest storage device. It is small and can be kept in a pocket. It can store data more than a CD. It is also known as USB flash drive, hard disk, compact disc, pen drive. Software. Software is the part of a computer that we cannot see and touch. The step-by-step instruction given to the computer to perform a task is called program. A set of programs is known as a software. There are two types of software: A. System software, B. Application software. System software. System software is a set of instructions which controls and supports operations of the computer. A computer cannot run if the system software is missing. Application software. These are the softwares that perform only a particular task. Like if we need to add two numbers, then we will open the calculator from the start menu. The calculator is an application software as it performs only calculations. Like this, we have many application softwares that perform various tasks. For example, Paint, Adobe, MS Word, etc. Paint, Calculator, Adobe Photoshop, MS Word, Window Media Player. So children, with this we have finished our chapter number 1. Okay.